ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. ഇന്നൊരു കിട്ടിലുമ്പോൾ ഒരു സോളോ സ്കൂൾ റാങ്ക് മാച്ചിനെ കാണാൻ വേണ്ടി പോകുന്ന കേട്ടോ. അതും ഗൈസ് നമ്മൾ ബർബൺ ഓപ്പിൽ ഇറങ്ങി തറുത്ത് കളിക്കാൻ പോകുന്ന ഒരു കിട്ടിലുമ്പോഴത്തിന് മാച്ച് കേട്ടോ. എന്തായാലും ഗൈസ് നമ്മൾ ഈ കഴിഞ്ഞ ദിവസം ചാലഞ്ച് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതേപോലെ ഇഷ്ടം പോലെ കിടിലുമ്പോഴത്തെ ഇനി വീഡിയോസ് വേണമെന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ചലഞ്ച് വീഡിയോസ് ഒക്കെ ഇടാം. അതിന് മുമ്പ് ഗൈസ് ഓൾ ടൈം മൈ ഫേവറേറ്റ് എല്ലാവരും ചോദിക്കുന്നതിൻ്റെ കാര്യമുണ്ട്, എന്താണ് ബ്രോ സോളോ വേഴ്സസ് സ്കൂഡ് കളിക്കാത്തത്? പണ്ടത്തെ ആ ഒരു പവർ ഇപ്പോൾ ഇല്ലല്ലോ എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ഗൈസ് അത് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഗൈസ് ഞാൻ ഈ ഒരു മാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും നമ്മൾ ആദ്യം തന്നെ ഇറങ്ങിയിരിക്കുന്നത് ബർബൺ ഓപ്പിലെ ഈ ഒരു മൂലക്കേക്കാണ്. ഇതിന്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ പോലെ ഉണ്ടല്ലോ, നേരെ പീക്കിലേക്കോ മില്ലിലേക്കോ ഇറങ്ങിയിട്ട് കിട്ടിയ കെണ്ണ് വെച്ച് അടിച്ച് കൊല്ലാൻ നോക്കി കഴിഞ്ഞാൽ ഒരുത്തിനും ചാത്തൊന്നുമില്ല. പണ്ടത്തെ പോലെ നമ്മുടെ ഇടയിൽ രണ്ടടി മേടിച്ചിട്ട് ആമാര് കണ്ടം പടി ഓടുന്ന പരിപാടിയൊന്നും ഇപ്പോൾ ഇല്ല. ഇപ്പോൾ അമാരൊക്കെ കളി പഠിച്ചു, ഇപ്പോൾ എടുത്തിട്ടടിച്ച് നമ്മളെ ഉറക്കി വിടത്തെ ഉണ്ടായിരിക്കുന്നുള്ളൂ കേട്ടോ. എന്തായാലും അങ്ങനെ ഇറങ്ങിയ വാഴ ഒരു കാട്ടുവാഴ നമ്മുടെ പണ്ടത്തെ പവറൊന്നും ഇല്ലാന്ന് വിചാരിച്ച് നേരെ വന്ന് അടിക്കാൻ വേണ്ടി നോക്കിയിരുന്നു. അവനെ അടിച്ച് നോക്കാക്കിയിട്ടുണ്ടല്ലോ, വിളിക്കടാ എന്നിട്ട് ടീമേറ്റിനെ വിളിക്കടാ. സോളോ വേഴ്സസ് സ്ക്വാഡ് സ്റ്റാർട്ട് ആക്കിയിട്ട് പിന്നെ ഒരു ടീമേറ്റ് വന്നില്ല, ഭയങ്കര മോശമല്ലേ. ഓക്കെ, എന്തായാലും അവനെയും കടിച്ച് കംപ്ലീറ്റ് ആക്കി നമ്മുടെ ആദ്യത്തെ കില്ല് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ഗൈസ് ഈ ഒരു സമയത്ത് എനിക്കിനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് കേട്ടോ. അതായത് ഇതിന് മുമ്പത്തെ വീഡിയോസിനകത്ത് നിങ്ങൾ ചോദിച്ച കുറേ കമൻറ്റായിട്ട് ചോദിച്ച കുറേ കാര്യങ്ങളല്ലേ, അതൊക്കെ എനിക്ക് ജസ്റ്റ് നിങ്ങളോട് പറയണമെന്നുണ്ടായിരുന്നു. സോ ഇതിപ്പോഴെങ്കിലും പറഞ്ഞില്ലെങ്കിൽ അത് ശരിയാകത്തില്ല കേട്ടോ. ഇത്രയും കാലം എവിടെയായിരുന്നു ബ്രോ? ചത്തായിരുന്നോ? ചത്തിട്ട് നമ്മൾ മറ്റേ മാലയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ബ്രോ, ഇനി വരത്തില്ല എന്നൊക്കെ വിചാരിച്ച് എന്നൊക്കെ കുറേ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഗൈസ് എനിക്ക് സീരിയസ്ലി ഞാൻ ശരിക്കും ഗെയിമിൽ നിന്നൊക്കെ ജസ്റ്റ് ഒന്ന് മാറി നിന്ന് എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഞാൻ നൈസായിട്ടങ്ങ് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പക്ഷേ കേസ് എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഉണ്ടായിരുന്നു. അതായത് ഞാൻ ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിട്ട് നിന്നിട്ടുള്ളത് നിങ്ങളോട് ഇങ്ങനെ സംസാരിച്ച് വീഡിയോ ഒക്കെ ഇട്ടുകൊണ്ടിരുന്ന സമയത്താണ്. എനിക്ക് നന്നായിട്ട് അറിയാം. സോ അപ്പോൾ കുറച്ച് ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഡെയിലി ഗെയിം കളിക്കുക, അതൊക്കെ വേറെ വൈബ് തന്നെയായിരുന്നു കേട്ടോ. സീരിയസ്ലി കേസ് എനിക്ക് നന്നായിട്ട് തന്നെ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ കറൻ്റ് ഉണ്ടല്ലോ ഗെയിമൊക്കെ എടുത്ത് ഒന്ന് കളിച്ച് നോക്കാം, ഓക്കെ നമ്മുടെ പഴയ പിള്ളേരൊക്കെ ഇപ്പോഴും ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി നൈസായിട്ട് ഞാൻ ഗെയിമിലേക്ക് സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. എന്ന് വിചാരിച്ച കേസ് ഗെയിം പ്ലേ റെക്കോർഡ് ചെയ്തിരിക്കുന്ന സമയത്ത് എൻ്റെ പൊന്നു മോനെ എനിമീസൊക്കെ എന്തുന്നാടാ, എന്നെ ഇറങ്ങാൻ സമ്മതിക്കുന്നില്ല, മറ്റേ ഏറി വെച്ചൊക്കെ അടിച്ചിടുന്നു. സോ അതൊക്കെ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി, ഓക്കെ പണ്ടത്തെ പോലെയല്ല. പണ്ടത്തെ മീ ഗെയിമർ കംബാക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ ഗേസ് പണ്ടത്തെ മീഗറൊക്കെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഉറക്കും എല്ലാവരും. സോ അതെനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഓക്കെ പുതുതായിട്ടൊക്കെ ഗെയിമിലെ മെക്കാനിസം ഒക്കെ എങ്ങനെയാണ് ഗെയിം കളിക്കേണ്ടതെന്ന് കുറേ വട്ടം ഞാൻ ഗെയിം കളിച്ചതിന് ശേഷം ഉണ്ടല്ലോ ഒരു ഗെയിം പ്ലേ ഞാൻ റെക്കോർഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ ഒരു മാച്ച് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് മനസ്സിലാവും എത്ര മാത്രം പണ്ടത്തേനൊക്കെ കൂടുതലായിട്ട് ഞാൻ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്, അതോ ഇമ്പ്രൂവ് ചെയ്തിട്ടില്ലേ, ഇവിടുത്തെ തേങ്ങ കാണിക്കുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് പറയാൻ വേണ്ടിയുള്ള ഒരു കമൻറ്റ് ബോക്സ് താഴെ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് എന്ത് അഭിപ്രായമാണെങ്കിലും അതിനകത്ത് താഴെ കമൻറ്റായിട്ട് അറിയിക്കാൻ വേണ്ടി വരുന്നതായിരിക്കും കേട്ടോ. എന്നും വിചാരിച്ച് പണ്ട് മീ ഗെയിമർ വലിയ പുള്ളിയായിരുന്നില്ലേ എന്നും വെച്ച് ഇപ്പോൾ വന്നു കഴിഞ്ഞാണ്ടല്ലോ നമ്മളെല്ലാവരും കൂടെ ബ്രോ പൊളി ബ്രോ വേറെ ലെവൽ ബ്രോ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഒരുമാതിരി മറ്റേ എന്താ സോപ്പിട്ടങ്ങ് വെക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിക്കില്ല. നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യാനും പാടില്ല കേട്ടോ. കാര്യം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവും നമ്മളിപ്പോൾ എന്തിട്ട് കഴിഞ്ഞാലും പിള്ളേർക്ക് ഇഷ്ടമാവുന്നു ഒരു ജാട എനിക്കങ്ങ് വരും. അത് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ വീഡിയോ പോലിട്ടൊന്നും വരത്തില്ല. സോ നിങ്ങൾക്ക് എന്തെങ്കിലും കുറ്റങ്ങളോ കുറവുകളോ എന്ത് പറയാനുണ്ടെങ്കിലും പ്ലീസ് ഗൈസ് ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കാൻ വേണ്ടി ശ്രമിക്കുക. കാര്യം ഓൺലൈനിൽ ഏറ്റവും നല്ലൊരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇൻ കേസ് ഗൈസ് നിങ്ങൾക്കത് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങളാണ് പറയേണ്ടത് എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് നിങ്ങളാണ് പറയേണ്ടത്. എന്നാൽ മാത്രമേ ഞാൻ അതിലേക്കൊന്ന് ഓക്കെ എന്നാൽ ഇങ്ങനെ പ്രശ്നമുണ്ടല്ലേ അന്നത് മാറ്റിയേക്കാം എന്നൊക്കെ വിചാരിച്ച് നൈസായിട്ട് ഞാൻ ചെക്ക് ചെയ്യത്തുള്ളൂ കേട്ടോ. സോ അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ മാക്സിമം ഒന്ന് കമൻറ്റായിട്ട് അറിയിച്ചാൽ മാത്രമേ എനിക്കൊന്ന് ഇമ്പ്രൂവ് ആക്കാൻ വേണ്ടി ശ്രമിക്കത്തുള്ളൂ. എന്നെ ഗൈസ് ഓക്കെ ഒരു പുതിയൊരു യൂട്യൂബറായിട്ട് മാത്രം കൺസിഡർ ചെയ്താൽ മതി. സോ അങ്ങനെ വെച്ച് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുത്തേണ്ടത് ഇല്ലെങ്കിൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. ബൈ ദ വേ ഗെയിമിലേക്ക് നോക്കുകയാണെങ്കിൽ ഗൈസ് ഇത്രയും നേരിട്ട് ഒരു കില്ല് മാത്രമേ എടുത്തുള്ളൂ. അതിൻ്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹോട്ട്സ്പോട്ട് അതായത് നമ്മുടെ പീക്ക് മില്ല് അങ്ങനത്തെ കിട്ടിലും പോലത്തെ ക്ലോക്ക് ടവർ പോലത്തെ കിടക്ക സ്ഥലത്തൊക്കെ ഇറങ്ങി കഴിഞ്ഞിട്ടല്ലോ ആദ്യം എന്നെ കാലേ വരെ നിലത്തടിച്ച് അമാരങ്ങ് കൊന്ന് കളയും. സോ അതുണ്ടാകാതിരിക്കാൻ വേണ്ടി ഞാൻ മൂലയ്ക്കുണ്ടല്ലോ ആരും ഇറങ്ങാത്തൊരു സ്ഥലം നോക്കി ഇറങ്ങിയതായിരുന്നു. പക്ഷേ കാലത്തിന് അവിടെയാണെങ്കിൽ ഒരു എനിമിയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. ഏതായാലും അവനെയും കടിച്ച് കംപ്ലീറ്റ് ആക്കി കുറച്ച് ഗണ്ണ് കാര്യങ്ങൾ അതേപോലെ കുറച്ച് കോയിനൊക്കെ എടുത്തിട്ട് നൈസ് അടിക്കാസ് ഞാൻ പീക്കിലേക്ക് പോകാനാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇവിടെ വന്ന് നോക്കുന്ന സമയത്ത് അവിടെ ഒരു ഡ്രോപ്പ് കാണുന്നുണ്ട്. ഓക്കെ ഡ്രോപ്പ് എങ്കിൽ ഡ്രോപ്പ് ഇത്ര നിന്ന് ശേഷം ഉണ്ടല്ലോ ആ ഒരു ഡ്രോപ്പും കൂടെ എടുത്തു കഴിഞ്ഞാൽ കിടിലം പോലത്തെ ഗണ്ണായിരിക്കും കിട്ടാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ കേസ് ഡ്രോപ്പിന് എന്തൊക്കെ കിടിലം പോലത്തെ വേറെ ലെവൽ ഗൺസാണ് കിട്ടുന്നുണ്ട് കേട്ടോ. എന്തായാലും ആരും കാണാത്ത രീതിയിൽ പുറത്തെങ്ങാനും ഇറങ്ങി നിന്നിട്ട് ഡ്രോപ്പിൽ കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എവിടുന്നൊക്കെ അടി വരുന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഇപ്പം മറ്റേ അപ്ഗ്രേഡിങ് ഹാമറൊക്കെ ഇല്ലേ അതൊക്കെ ഉള്ള സമയത്തുണ്ടല്ലോ നമ്മുടെ മാർക്ക്മാൻ റൈഫിൾസും AW അങ്ങനത്തെ ഗൺസൊക്കെ നൈസായിട്ട് ഒന്ന് അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാണ്ടല്ലോ ഒരൊറ്റ അടിക്കൊക്കെ നമ്മൾ തീരും. സോ അതെനിക്ക് മനസ്സിലായ കാര്യമാണ്. ചില സമയത്ത് ഞാൻ ഓടുന്ന സമയത്ത് കുഴഞ്ഞ് വീണൊക്കെ ചാകുന്ന കേസ്. ഓക്കെ അപ്പോഴാണ് അവന്മാരുണ്ടല്ലോ ഗണ്ണൊക്കെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്തിട്ടുള്ള കിടിലം പോലത്തെ ഗണ്ണാണ് ഇരിക്കുന്നത്. സോ അതിനകത്തൊക്കെ രണ്ട് കിട്ടിയാൽ ഞാൻ ചാവുന്ന എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് ഞാൻ വീടിനകത്ത് തന്നെ നിന്നിട്ട് നൈസായിട്ടുണ്ടല്ലോ ആ ഒരു ഡ്രോപ്പ് ഒന്ന് ചാർജ് ആക്കിയിട്ട് കുറച്ച് മെഡിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. AW കിടപ്പുണ്ടായിരുന്നു. പക്ഷേ വേണ്ട കേസ്. ഓക്കെ തുടക്കം തന്നെ ഉണ്ടല്ലോ ആ ഒരു സ്നൈപ്പറൊക്കെ കളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്ര വലിയ കാര്യങ്ങളിലേക്ക് നമുക്ക് പോകണം. മറ്റേ അത് വേണ്ടെന്ന് വിചാരിച്ചു കേട്ടോ.
അതിനുശേഷം കേസ് തൊട്ട് താഴെ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ഒരു ബങ്കറിലെ കേസ് നമ്മുടെ ബങ്കർ എന്തായാലും ആ ബങ്കറിനടുത്ത് നോക്കുന്ന സമയത്ത് കേസ് ആർസലൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് രണ്ട് ടീം തമ്മിൽ നല്ല പൊരിഞ്ഞടി കിടക്കുമായിരുന്നു. ഞാനൊന്ന് വെയിറ്റ് ചെയ്ത് കാര്യം ഓക്കെ അവന്മാരടിക്കട്ടെ, അവന്മാരടിച്ച് കിളിയൊക്കെ പാറി ലൈഫൊക്കെ പോയി നിൽക്കുന്ന സമയത്ത് നൈസായിട്ട് കേസ് അവന്മാരടിച്ച് കൊല്ലാൻ ചോദിച്ച് നോക്കുമ്പോഴത്തേക്കും ഒരുത്തിനെ കണ്ടു, അവനെ അടിച്ച് നോക്കാക്കിയിട്ടുണ്ടായിരുന്നു. അവനെ രക്ഷിക്കാൻ വേണ്ടി വേർത്തും പോയി അവനെ കൂടെ അടിച്ച് നോക്കാക്കി. ഇത് എവിടെയാണ് ഇവിടുന്ന് അടി വരുന്നത് വിചാരിച്ച് പുറത്തേക്ക് ഓടിക്കൊണ്ടിരുന്ന ഒരു കാട്ടുവാടിയും വിളിച്ച് കംപ്ലീറ്റ് ആക്കി. മൊത്തം കേസ് 3 കില്ല് നമുക്കൊണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് മാത്രമല്ല ഇവന്മാർ നോക്കാക്കിയിട്ടിരിക്കുന്ന എനിമീസ് ഉണ്ടെന്ന് വിചാരിച്ച് അവന്മാരും കൂടെ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ ആ കില്ലെങ്കിൽ ആ കില്ല് കിട്ടിക്കോട്ടെ എന്നൊക്കെ വിചാരിച്ചു നിന്നാണ്, പക്ഷേ കേസ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഈ ഒരു മാച്ചിനകത്ത് എടുത്തിരിക്കുന്ന മെയിൻ നമ്മുടെ ആക്റ്റീവ് ക്യാരക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ക്ലൂ അല്ലേ കേസ്. ഓക്കെ അതായത് റഡാർ പോലെ നമ്മുടെ സ്കാനർ പോലെ പ്രവർത്തിക്കുന്ന ആക്റ്റീവ് സ്കിൽ ഓൺ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നൈസായിട്ട് തൊട്ടടുത്ത ഏരിയയിലുള്ള എനിമീസിനൊക്കെ നമുക്ക് കാണിച്ചു തരുന്ന ആ ഒരു പവർ അല്ലേ ക്ലൂ, അത് തന്നെ ആ ഒരു സ്കില്ലാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. കാര്യം ഇപ്പോൾ മാപ്പിലേക്ക് നോക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലാകുന്നില്ല ഇത് ഏത് സ്ഥലം, ഇതൊക്കെ ഏത് ആൾക്കാർ, എന്നൊന്നും മനസ്സിലാകുന്നില്ല. കാര്യം പുതിയ കുറേ കാര്യങ്ങൾ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അതിനിടയ്ക്ക് പൊട്ടനെ പോലെ നിൽക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ ഒരു ക്യാരക്ടർ സ്കിൽ എടുത്തിട്ടിരിക്കുന്നത്. സോ നല്ല രീതിക്ക് അത് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. എനിക്ക് എന്തായാലും അത് യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു എനിമി ഉണ്ടെന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അവനെ കടിച്ച് നോക്കാക്കിയിട്ട് വേറെ ലെവൽ അവരുടെ കിടപ്പുണ്ട് എനിക്ക് യൂസ് ചെയ്യാം. എൻ്റെ മോനെ എടാ പണ്ടത്തെ ഗെയിം സെൻസ് ഒന്നും എനിക്ക് ഇപ്പോൾ കേട്ടോ. ഞാൻ ഇപ്പോൾ ഗ്ലൂ ആളൊക്കെ ഇട്ടിട്ട് അവിടെ ഇരുന്ന് മെഡിക്കറ്റ് യൂസ് ചെയ്യുന്നു. തൊട്ട് പറഞ്ഞ ഒരു ഗ്ലൂ ആൾ പോലും ഇടുന്നില്ല. എന്തൊക്കെയാണ് ഈ കാണിച്ചു കൂട്ടുന്നത്. എന്തായാലും ഇതേപോലെ ഗെയിമിനകത്ത് ഒരുപാട് പണ്ടത്തരം ഞാൻ കാണിക്കും. സോ അതൊക്കെ ഒന്ന് ജസ്റ്റ് നിങ്ങൾ നോക്കിയിട്ട് എങ്ങനെയുണ്ട് എന്താണ് ബ്രോ കാണിക്കുന്നത്, ഗ്ലൂ ആളിനാണ് മെഡിക്കറ്റ് യൂസ് ചെയ്യുന്നത് എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. ബൈ ദ വേ താഴേക്ക് നോക്കുന്ന സമയത്ത് മില്ലൊക്കെ കിടിലം പോലത്തെ ലൂട്ടൊക്കെ എടുത്തിട്ട് കാട്ടുവാനാണ് രണ്ടുപേരുണ്ട് കേട്ടോ. അവരവിടുന്ന് മെഡിക്കറ്റൊക്കെ യൂസ് ചെയ്ത് തമ്മിലടിയൊക്കെ കൊണ്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അവരെ അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പുറകിൽ നിന്ന് വേറെണ്ണം എൻ്റെ മോനെ ഒരുത്തിനൊന്ന് കൊല്ലാൻ വേണ്ടി സമയത്ത് അപ്പോഴത്തേക്കും കയറി വന്നൊരു കാട്ടുവടലാണ് കേട്ടോ. എന്തായാലും അടുത്ത് മിനി ടോറോട്ട് ഇരിപ്പുണ്ട് കേസ്. ആ ഒരു ഗണ്ണിലെ കേസ് ആ ഒരു മിഷൻ റോബോട്ട് ആ റോബോട്ട് നൈസായിട്ട് ഒരു സ്ഥലത്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെക്കാനുള്ള ടൈം ആയില്ല എന്ന് തോന്നുന്നു കേട്ടോ. കാര്യം മറ്റേ എനിമീനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പുറകിൽ നിന്നുള്ള വരുന്ന ആ ഒരു എനിമിയില്ലേ അവനെ കണ്ടാൽ മാത്രമേ എനിക്ക് അവനെ വെടിവെച്ച് കൊല്ലാൻ വേണ്ടി പറ്റത്തുള്ളൂ. അറ്റ്ലീസ്റ്റ് ഏത് വഴിയാണ് വരുന്നതെങ്കിലും വിചാരിച്ച് ആ ഒരു മീറ്റോട്ടെങ്കിലും വെക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ കേട്ടോ. എന്തായാലും ആ ഒരു സാധനം എന്നുള്ള ധൈര്യത്തിലാണ് ഞാൻ ഇവിടെ നിന്നിട്ട് താഴേക്കാനെ നോക്കിക്കൊണ്ട് അവന്മാരെ പിടിക്കാൻ വേണ്ടി നോക്കിക്കൊണ്ടിരുന്നത്. അവരൊന്ന് തല പുറത്തിട്ട് അവന്മാർ തീർന്നു. അമ്മാതിരി അടി കിട്ടും കേട്ടോ. കാര്യം എൻ്റെ അടുത്ത് ഇരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പരാഫലാണ്. അത് ഹൈപ്പർ ബുക്ക് പരാഫലാണ് ഇരിക്കുന്നത്. സോ ഇതിന് പ്രത്യേക ഫാൻ ബേസ് ഉണ്ടെന്ന് എനിക്കറിയാം. അങ്ങനെ ഇല്ലെങ്കിലും ഞാൻ ഇങ്ങനെ പറയും കേട്ടോ. ബൈ ദ വേ അപ്പോൾ ഫാൻ ബേസ് ഉണ്ട് കേസ് ഉണ്ട് വേറെ ലെവൽ സാധനം തന്നെ കേട്ടോ. ഹൈപ്പർ ബുക്ക് ഹൈപ്പർ ബുക്കിൻ്റെ സാധനമാണ് കേട്ടോ, പരാഫലാണ് കേട്ടോ. എന്തായാലും മിനിറ്റോട്ടം ഇവിടെ വെച്ചിട്ട് നൈസായിട്ട് കേസ് ഞാൻ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവന്മാരാണെങ്കിൽ ആ പാറയുടെ പുറകിലൊക്കെ ഇരുന്നിട്ട് എന്തുവാടായത്. ഓക്കെ എന്തായാലും എൻ്റെ ആ ഒരു റോബോട്ടിനെ കണ്ട് പേടിച്ച് കയറി ഇപ്പുറത്തെ സൈഡിൽ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അവനെ നമ്മളുണ്ടല്ലോ P90 വെച്ചിട്ട് നൈസായിട്ട് കേസ് അടിച്ച് നോക്കെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നിനക്ക് എന്തിൻ്റെ കേട്ടാടാ, ഞാൻ താഴെ അവിടെ അവന്മാരെ നോക്കിക്കൊണ്ട് നിൽക്കത്തില്ല, അത് ഇങ്ങോട്ട് വന്ന് ചത്തതല്ലേ. ഓക്കെ എന്തായാലും ആ ഒരു ഗ്ലൂ ആയിട്ടാണ് നൈസായിട്ട് കേസ് സോണിനകത്താണ്. എന്നിട്ട് അവൻ്റെ അഹങ്കാരം തീരുന്നില്ലല്ലോ. ഓക്കെ എന്തായാലും അവനെയും കൂടെ അടിച്ച് കംപ്ലീറ്റ് ആക്കി മൊത്തം കേസ് 8 കില്ല് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ആരെങ്കിലും കൊല്ലാൻ വേണ്ടി നോക്കുന്ന സമയത്ത് ഇവിടുന്നൊക്കെ ആൾക്കാർ വന്ന് നമ്മളെ ചൊറിയുന്ന സമയത്ത് എന്താണ് കേസ് ചെയ്യേണ്ടത് കേട്ടോ. ഈ ഒരു സമയത്താണ് ടീംമേറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കേസ് അറിയാലോ സോളോ വേഴ്സസ് സ്ക്വാഡാണ്. സോ എന്തും നടക്കാം കേട്ടോ. ബൈ ദ വേ സോളോ വേഴ്സസ് ഡിയോ ആണെന്ന് തോന്നുന്നു. നിങ്ങളൊന്ന് ഗെയിം പ്ലേ കണ്ടിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. സോളോ വേഴ്സസ് ഡിയോ ആണോ സോളോ വേഴ്സസ് സ്ക്വാഡ് ആണോ ജസ്റ്റ് കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. ബൈ ദ വേ മൈ മിസ്റ്റേക്ക്. ഓക്കെ എന്തായാലും നമുക്ക് നമ്മുടെ ആ ഒരു MP5 ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ വിചാരിച്ചു. ഓൾറെഡി എനിക്ക് P90 ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് ഞാൻ അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് യൂസ് ചെയ്ത് എനിക്ക് നല്ല ഉറപ്പാണ് കേട്ടോ. അതുകൊണ്ട് നല്ല രീതിക്ക് ഒരു സ്കിന്നുള്ള ഒരു ഗണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ MP5 ഉണ്ടല്ലോ. പിന്നെ ചിപ്പൊക്കെ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് അപ്ഗ്രേഡ് കൂടെ ചെയ്യാം. സോ ഇപ്പം തന്നെ അത് ഒന്ന് സെറ്റാക്കി വെച്ച് അതിൻ്റെ ആർട്ടിബിൾസ് ഒക്കെ അതായത് നമ്മുടെ അറ്റാച്ച്മെൻറ്റ്സ് ഒക്കെ സെറ്റാക്കി എടുക്കുകയാണെങ്കിൽ വേറെ ലെവൽ അല്ലേ. അതിന് വേണ്ടി എടുത്തിട്ടുണ്ടല്ലോ ആക്കാൻ നോക്കിയതാ. പിന്നെ എനിക്ക് മനസ്സിലായി എന്തിനാണ് വെറുതെ നമ്മുടെ MP40 ഇരിക്കുമല്ലേ ഗായ്സ്. നമ്മുടെ ആ ഒരു എന്താണ് കിഡിലം പോലത്തെ MP40 ഉള്ള സമയത്ത് വേറെ ഗൺ നമ്മൾ എടുക്കേണ്ട കാര്യമില്ലല്ലോ. സോ അതുകൊണ്ട് MP40യും പരാഫലും നമ്മുടെ കോമൺ ഗണ്ണായിട്ട് എടുത്തിട്ട് തൊട്ട് താഴേക്ക് ഇറങ്ങുന്ന സമയത്ത് എനിക്ക് മനസ്സിലായി ഒരു കാട്ടുവാഴ എന്നെ പോലെ തന്നെ അന്തവും കുന്തവും ഇല്ലാതെ സോണിലേക്ക് ഓടാൻ വേണ്ടി നോക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും അവൻ്റെ അടിച്ച് ഗ്ലൂ വാൾ പൊട്ടിക്കാൻ വേണ്ടി നോക്കുന്ന സമയത്ത് അവനൊരു പ്രോപ്പർ കവർ എടുത്തു. എന്തായാലും അവൻ്റെ അടുത്തേക്ക് ഡയറക്റ്റ്ലി ചെന്നിട്ട് എടാ നിന്നെ ഞാൻ കൊല്ലൂടാ, നിന്നെ ഞാൻ ഇന്ന് അടിക്കൂടാ എന്നൊക്കെ പറഞ്ഞിട്ട് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ എന്നെ കാലേ വാരി അടിക്കും. എന്ന് അടി അടിക്കുന്നുണ്ടോ അവൻ്റെ ഏതാ ഗണ്ണിരിക്കുന്നത് നല്ല കിടിലം പോലെ അടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം കേസ് അവൻ നമ്മളെ കൊല്ലാൻ വേണ്ടി പഠിച്ച് അവന് 18 നോക്കുന്നുണ്ട്. പക്ഷേ സോൺ വന്നതുകൊണ്ട് ഞാൻ അവനെ അത് അറ്റാക്ക് ചെയ്യാനൊന്നുമില്ല കേട്ടോ. നീ എന്നെ എന്ത് വേടയിൽ ചെയ്തു, ഞാൻ നിന്നെ ഒന്നും ചെയ്യത്തില്ല. കാര്യം എന്താണ്, എനിക്ക് ബുദ്ധിയുണ്ട്, നിനക്ക് ബുദ്ധിയില്ല. അതുകൊണ്ട് അവനെ കേസ് അടിക്കാണ്ടല്ലോ നൈസായിട്ട് കവർ എടുത്ത് ഞാൻ പ്രോപ്പർലി സോണിലെത്തിയ ശേഷം വാടായി എന്നും പറഞ്ഞിട്ട് അവനെ കുറച്ച് ഡാമേജ് ഒക്കെ കൊടുത്തു. അവൻ ഗ്ലൂവാളൊക്കെ പാനിക്ക് രണ്ടെണ്ണമൊക്കെ ഇഷ്ടമ്പോൾ കൈ വിറയ്ക്കുന്നുണ്ടായിരുന്നു കേട്ടോ അവൻ്റെ. എന്തായാലും അവനെ അടിച്ച് കുറച്ച് ഡാമേജ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അവൻ്റെ ഗ്രനേഡ് ഏറി എൻ്റെ അമ്മോ അവൻ്റെ ഏതാ എറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ 2 ഗ്രനേഡ് എറിഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി അവൻ പോട്ടറാന്ന്. മര്യാദയ്ക്ക് ഗ്രനേഡ് പോലും എറിയ അറിയത്തില്ലായിരുന്നു കേട്ടോ. പിന്നെ ഷോർട്ട് റേഞ്ച് കേസ് അവനെ MP40 കുത്തിപ്പിടിച്ച് അവനെ ഉറക്കിയിട്ട് കിടിലം പോലെ കേസ് നമ്മുടെ 9ാമത്തെ എടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കേസ് ഇതിൻ്റെ അടുത്ത് level 4 വെസ്റ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ലോട്ടറി അടിച്ച പോലെ എൻ്റെ
എൻ്റെ പൊന്നു മോനെ ഈ സമയത്ത് ഒരു കിടിലം പോലത്തെ വെസ്റ്റ് കിട്ടാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലല്ലേ. സോ അതും കൂടെ എടുത്ത് നമ്മുടെ ടോട്ടലി എല്ലാ ഗണ്ണും വെസ്റ്റും എല്ലാ കാര്യങ്ങളും സെറ്റായിട്ട് റെഡിയാക്കി വെച്ച സമയത്തുണ്ടല്ലോ നമ്മൾ നേരെ സോണിലേക്ക് കയറാൻ വേണ്ടി പോകണം കേട്ടോ. ബൈ ദ വേ നമ്മളിപ്പോൾ സോണിൻ്റെ സെൻറ്ററിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈഡിൽ നിന്നാണ് നമുക്ക് മെയിലിൽ നിന്നൊക്കെ അടി വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാര്യം ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജ് ഹൈറ്റ് അഡ്വാൻറ്റേജ് തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് ഒറ്റയടിക്ക് നമുക്ക് ഹെഡ് കയറും. സോ ആ ഒരു അഡ്വാൻറ്റേജ് നമുക്ക് യൂസ് ആക്കാൻ വേണ്ടിയുണ്ടല്ലോ ഞാൻ നേരെ പീക്കിൻ്റെ സൈഡിലേക്ക്, അതായത് ഒരു ഹൈറ്റിലേക്ക് ഞാൻ കയറി നിൽപ്പുണ്ടായിരുന്നു. സോ ഇത് വേറെ ലെവൽ തന്നെയാണ്. അതായത് ഹൈറ്റ് അഡ്വാൻറ്റേജ് എടുത്ത് കളിക്കുകയാണെങ്കിൽ എപ്പോഴും കേസ് നമുക്ക് എപ്പോഴും ഒരു അഡ്വാൻറ്റേജ് എന്തായാലും ഉണ്ടായിരിക്കും കേട്ടോ. അതുകൊണ്ട് ഹൈറ്റ് നോക്കി കളിച്ചു. അതേപോലെ തന്നെ കേസ് സോണും കൂടെ നോക്കിയപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി ഓക്കെ എൻ്റെ ഈഴെ തന്നെ ഇരിക്കുന്നത് ഏതൊക്കെ എനിമി വന്നു കഴിഞ്ഞാലും എനിക്കൊരു പ്രശ്നം ഉണ്ടായിരിക്കത്തില്ല. ഞാൻ ഡാറ്റിലേക്ക് രാമാരെ അടിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു തേങ്ങയും ചെയ്യാനും പറ്റത്തില്ല, എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ഈ ഒരു സമയത്ത് ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. ലാസ്റ്റ് സോണൊക്കെ ആയതല്ലേ, ഇതുവരെ ലൈക്ക് ചെയ്യാത്ത ആൾക്കാർക്ക് ഒന്ന് ലൈക്ക് ചെയ്യണം. ഇത്രയും നേരം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്താൽ പറ്റത്തുള്ളൂ, ഇല്ലെങ്കിൽ ഞാൻ സമ്മതിക്കത്തില്ല, സത്യമായിട്ട് ഞാൻ സമ്മതിച്ചിരുത്തില്ല കേട്ടോ. എന്തായാലും എല്ലാവരും ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഞാൻ ഇത്ര ലൈക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞതിൻ്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാൽ മാത്രമേ നമ്മുടെ വീഡിയോ ഒക്കെ 4 പേരിലേക്ക് എത്തത്തുള്ളൂ. നിങ്ങളായിട്ട് ആർക്കും ഷെയർ ചെയ്യത്തില്ല, എനിക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ, അത്ര നല്ല കുറച്ച് ആൾക്കാരുണ്ട്. പക്ഷേ എന്നാലും നിങ്ങളൊന്ന് ലൈക്കൊക്കെ ചെയ്യുവാണെങ്കിൽ സെറ്റായിരിക്കും. പിന്നെ എന്താണ് കുഴപ്പമില്ല. ഓക്കെ, തൊട്ട് താഴെ നോക്കുമ്പോഴത്തേക്കും കേസ് ഒരു എനിമിനൊക്കെ ഉണ്ടായിരുന്നു. ഒന്നല്ല, മൊത്തം 3 പേരുണ്ടായിരുന്നു. ഒരു സ്കോഡ് മൊത്തം അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. രണ്ടാമത്തെ അവനെ അടിച്ച് നോക്കാക്കി, മൂന്നാമത്തെ നൈസർ കേസ് അടിച്ച് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി നോക്കുമ്പോഴത്തേക്കും എവിടെ ഓ മൈ ഗോഡ് 3 കില്ല് ഗൈസ്. അവിടെ ചുമ്മാ നിന്ന സമയത്ത് തന്നെ 3 കില്ല് ഇട്ടിട്ടുണ്ടായിരുന്നു. അവന്മാർ പക്ക പ്ലാൻ ചെയ്ത് കളിക്കുന്ന ടീമാണ് കേട്ടോ. 3 പേര് ഇറങ്ങി കളിക്കും, ഒരുത്തരാണെങ്കിൽ പുറകെ നിന്നിട്ട് സപ്പോർട്ട് കൊടുക്കും. സോ അങ്ങനത്തെ ഒരു സംഭവമായിരുന്നു. എന്തായാലും സപ്പോർട്ട് കൊടുത്തവൻ എന്നെ സ്പോട്ട് ചെയ്തു. ആ സമയത്ത് തന്നെ കേസ് ഞാൻ അവനെ പരാഫറ്റ് അടിച്ചടിച്ച് ആ ഒരു സ്കോഡിനെ തന്നെ ലോങ് റേഞ്ചിൽ വൈപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വേറെ ലെവൽ, ആക്ച്വലി ഇത് തന്നെയാണ് കേസ്, ഒന്നും പറയാല്ല കേട്ടോ. വേറെ ലെവലായിട്ട് പരാഫറ്റ് യൂസ് ചെയ്ത് അവരടിച്ച് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. എനിക്ക് കേസ് ലോങ് റേഞ്ച് സ്കോഡ് വൈപ്പ് എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്തായാലും ആ ഒരു സ്കോഡ് വൈപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇഷ്ടപ്പെട്ടു എന്ന് മാത്രം കമൻറ്റ് ചെയ്താൽ മതി, അത്ര മാത്രം വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഓക്കെ, എന്തായാലും അത് എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു, വേറെ ലെവൽ തന്നെയാണ്. സോ അതിനനുസരിച്ച് കേസ് മാപ്പിലേക്ക് നോക്കുന്ന സമയത്ത് മൊത്തം 4 അലൈവ്, എന്നെ കൂടെ കൂട്ടി 4 പേര് എന്ന് പറയുമ്പോൾ 3 എനിമി മാത്രം. എൻ്റെ മോനെ വേറെ ലെവൽ കേട്ടോ. ഇപ്പോൾ തന്നെ കേസ് 13 കില്ല് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ അളിയ വിഷയം കേട്ടോ, ഒന്നും പറയാനില്ല. ബൈ ദ വേ താഴേക്ക് നോക്കുന്ന സമയത്ത് എവിടെ ആ എനിമീസൊക്കെ എവിടെ? എൻ്റെ പൊന്ന് കേസ്, ഇനിയാണ് എനിമീസിനെ കണ്ടുപിടിക്കണം കേട്ടോ. ഇത്രയും കില്ലെടുത്ത് ലാസ്റ്റ് സോണിൽ എത്തി കഴിഞ്ഞിട്ട് അവസാനം കൊണ്ട് കല ഉടക്കാന്നൊക്കെ പറഞ്ഞാൽ എപ്പോഴും എൻ്റെ ഒരു പ്രശ്നമാണ്. അതുണ്ടാകരുത്, എനിക്ക് വളരെ നല്ല ആഗ്രഹമുണ്ട്. അതുകൊണ്ടൊന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. അവന്മാർ വേറെ ടീമാണോ സെയിം ടീമാണോ എന്നൊക്കെ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിനുവേണ്ടി ഞാൻ ഒന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കറിയാലോ, പണ്ട് തൊട്ടേ ഞാൻ പറയുന്നൊരു കാര്യമാണ്, പുലി പതുങ്ങുന്നത് ഒളിക്കാനല്ല കുതിക്കാൻ വേണ്ടി തന്നെയാണ്. സോ അതുകൊണ്ട് പ്രോപ്പർലി സോണും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നല്ലൊരു കവർ എടുത്താൽ മാത്രമേ നമുക്ക് നൈസായിട്ട് നിൽക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ കേട്ടോ. വലത്തെ സൈഡ് നമ്മുടെ ഒരു എൽ ഷേപ്പ് വിടില്ല കേസ്, അവിടുന്ന് ഇങ്ങനെ ഒരു എനിമി നൈസായിട്ട് കേസ് ഇപ്പോൾ പൊന്തി വന്നു കഴിഞ്ഞാൽ നമ്മളവിടെ തീരും. സോ അതൊക്കെ ഞാൻ ഓൾറെഡി പ്ലാൻ ചെയ്ത് ഓൾറെഡി നോക്കിയതുകൊണ്ട് മാത്രമാണ് അങ്ങോട്ട് കയറി റഷ് ചെയ്യാത്തത് കേട്ടോ. പിന്നെ മെയിൻലി ലോങ് റേഞ്ചിൽ തന്നെ ആ ഒരു എനിമിനെ എടുക്കാനും കൂടിയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഷോർട്ട് റേഞ്ച് വന്നു കഴിഞ്ഞാൽ അടിയൊന്ന് ചെറുതായിട്ടൊന്ന് പതറും. സോ അതുകൊണ്ട് മാക്സിമം കേസ് ഞാനല്ലോ ഷോർട്ട് റേഞ്ചിൻ്റെ ഫൈറ്റ് ഒഴിവാക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ കേസ് നമ്മുടെ ഓരോരോ കുറവുകളും നമ്മൾ നികത്തി വേണം മുമ്പോട്ട് പോകാൻ എനിക്ക് നന്നായിട്ട് അറിയാം. സോ അതുകൊണ്ട് ഒരു ഷോർട്ട് റേഞ്ച് ഗണ്ണുള്ളിൽ ചലഞ്ച് ഇല്ലെങ്കിൽ അങ്ങനത്തെ ഏതെങ്കിലും ഒരു ചലഞ്ച് നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുക. അടുത്ത ദിവസം പറ്റുവാണെങ്കിൽ ഞാൻ അങ്ങനെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ. എൻ്റെ പേടികളൊക്കെ മാറ്റുന്നതിലല്ലേ കേസ് എനിക്കൊരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടെന്ന് മനസ്സിലാകത്തുള്ളൂ. ഓക്കെ, എന്തായാലും ബാക്കിയുള്ള കേസ് 2 പേരുണ്ടായിരുന്നു. അവർ 2 പേരും ഞാൻ സ്പോട്ട് ചെയ്തു. ഇതായിരിക്കുന്ന കേസ്. ഓക്കെ, അവന്മാരാണെങ്കിൽ ഒരുത്തരെ ഞാൻ നോക്കിയെടുത്തപ്പോഴത്തേക്കും മറ്റേ പെട്ടെന്ന് അയ്യോ ഗ്ലൂഡ് എന്നൊക്കെ പറഞ്ഞ് കാറിയിട്ടുണ്ടായിരുന്നു. സോ അപ്പോൾ ഉണ്ടല്ലോ അവൻ കൊണ്ട് ഗ്ലൂ ഒക്കെ ഇട്ടിട്ട് ആ ഒരു പാറയുടെ പ്രോപ്പർ കവർ എടുത്ത് നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും അവന്മാർക്ക് ഇങ്ങോട്ട് തന്നെ അടിക്കാൻ കുറച്ച് പാടോടും, കാരണം ഞാൻ പറഞ്ഞല്ലോ കേസ് കുറച്ച് ഹൈറ്റ് അഡ്വാൻറ്റേജ് പിടിച്ചിരിക്കുകയാണ് കേട്ടോ. എന്തായാലും ഈ ഒരു സമയത്ത് അവന്മാർ എന്ത് ചെയ്യുന്ന അറിയത്തില്ല, അവന്മാർ തലയൊന്ന് പീക്ക് ചെയ്താൽ തലവണ്ട പൊളിയാൻ വേണ്ടിയുള്ള പരിപാടി നമ്മൾ കാണിക്കുന്നുണ്ട് കേട്ടോ. നല്ല ഡാമേജ് കൊടുക്കുന്നുണ്ടായിരുന്നു. സോ അവരുടെ ഗ്ലൂ വാൾ പൊട്ടിക്കാൻ വേണ്ടി ഞാൻ കുറേ നോക്കുന്നുണ്ട്, പക്ഷേ കേസ് പൊട്ടണില്ല. ഈ സമയത്തൊക്കെയാണ് കേസ് നമ്മുടെ ഉണ്ടല്ലോ ആ ഒരു ഫ്ലെയിമിൻ്റെ സാധനമല്ല കേസ്, ലോക്കൽ ഡ്രോഞ്ചറൊക്കെ ഇല്ല, അതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അവന്മാരൊക്കെ നിന്ന് ഉരുകിയേനെ, വെന്തേനെ, അവന്മാർ നിന്ന് കത്തിയേനെ. ഓക്കെ, എന്തായാലും അതില്ലാത്തതിൻ്റെ വിഷമം നന്നായിട്ട് എനിക്ക് മനസ്സിലാകുന്നു. അവർ തന്നിരിക്കുന്നത് നമ്മുടെ ഗെയിം തന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മിനിയൂസി ആരത്തൊലിക്കാരാണ്. പക്ഷേ കുഴപ്പമില്ല, കിട്ടിയത് കിട്ടട്ടെ. ഓക്കെ, തൊട്ട് പുറകെ തന്നെ നമ്മുടെ എന്താണ് സോണും വരുന്നുണ്ടായിരുന്നു കേസ്. സോ ആ ഒരു സോൺ പണി കിട്ടരുത് വിചാരിച്ച് നൈസാണ് ഞാൻ ഒരു ഗ്ലൂ ആയിട്ട് മുമ്പോട്ട് കയറി നല്ല രീതിക്ക് അടി കിട്ടി കേസ്. അമ്മാരുടെ ഒരു അടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വിഷയ അടി കേട്ടോ, വിഷയ സാധനം കേസ്. നല്ല ലൈഫ് പോയിട്ടുണ്ടായിരുന്നു. എന്തായാലും കുഴപ്പമില്ല, രണ്ടാമത്തെ ഗ്ലൂ ആൾ കൂടെ ഇട്ടിട്ട് പയ്യെ കേസ് മുമ്പോട്ട് കയറണം എന്നൊക്കെയാണ് വിചാരിക്കുന്നത്. പക്ഷേ കേസ് നടക്കൂല. എൻ്റെ അമ്മോ, അമ്മാൽ ഒരുത്തും മുമ്പോട്ട് വന്ന സമയത്ത് എവിടെ വന്നില്ലടേ, വാടാ ഞാൻ ഒന്ന് അടിക്കട്ടാ. ആ വന്ന സമയത്ത് കേസ് ഞാൻ കയറി അടിക്കാൻ വേണ്ടി നോക്കി. അപ്പോൾ എനിക്ക് മനസ്സിലായി ലെഫ്റ്റ് സൈഡിൽ കൂടെ പീക്ക് ചെയ്ത 1 വേ ആണ് മൂഞ്ചും. ഒരിക്കലും ലെഫ്റ്റ് സൈഡിൽ കൂടെ പീക്ക് ചെയ്ത
അടിക്കാൻ വേണ്ടി പറ്റത്തില്ല. സോ ഞാനത് വിട്ടു കേട്ടോ. സീരിയസ്ലി പറഞ്ഞു കഴിഞ്ഞാൽ ഇടത്തെ സൈഡിൽ കൂടെ അടിച്ച് കഴിഞ്ഞാൽ ഞാൻ മൂഞ്ചി എനിക്ക് മനസ്സിലായിട്ട് വലത്തെ സൈഡിൽ കൂടെ നൈസായിട്ടുണ്ടല്ലോ അവന്മാരെ നോക്കിക്കൊണ്ടിരിക്കുക. അന്നേരം നമുക്കൊരു അഡ്വാൻറ്റേജ് കിട്ടത്തുള്ളൂ. സോ അവന്മാർക്ക് ഡിസഡ്വാൻറ്റേജ് വേണം കേട്ടോ. അവന്മാർ മാത്രം അഡ്വാൻറ്റേജ് എടുത്താൽ പോരല്ലോ. അവനെ നോക്കാക്കിയിട്ട് മറ്റവനെ കംപ്ലീറ്റ് ആക്കാൻ നോക്കുമ്പോഴത്തേക്കും നൈസായിട്ട് അവൻ ഗ്ലൂ ആയിട്ട് എൻ്റെ മോനെ ആ ഒരു വലിയ അൺഎക്സ്പെക്റ്റഡ് കില്ലായിരുന്നു. ലാസ്റ്റ് ഗേസ് ഒറ്റൊരു എനിമി മാത്രമേ ബാക്കിയുള്ളൂ കേട്ടോ. എന്തായാലും അവനിപ്പോൾ എന്ത് ചെയ്യണമെന്ന് അവനും അറിയത്തില്ല. അവനെങ്ങാനും കയറി വന്ന് ഞാൻ അടിച്ചവനെ കൊല്ലണമെന്ന് വിചാരിച്ചാണ് ഞാൻ നിൽക്കുന്നത്. സോ വന്ന വരവ് തന്നെ ഉണ്ടല്ലോ ഒരു ഗ്രാനേഡ് വലിച്ചങ്ങ് എറിഞ്ഞു. അവൻ്റെ കിളി പോയെന്ന് മനസ്സിലായി. 2 ഗ്രാനേഡ് എറിഞ്ഞിട്ടായിരുന്നു. അതിനുശേഷം കേസ് നമ്മുടെ ഗ്ലൂ വാൾ മെൽറ്റർ അല്ലേ അതും വലിച്ചെറിഞ്ഞു. ഒരു ഗ്ലൂ വാൾ ഇട്ടിച്ച് രക്ഷപ്പെടുത്തില്ല. വന്ന വരവ് കേസ് ലോങ് റേഞ്ചിൽ അവനെ അടിച്ച് കംപ്ലീറ്റ് ആക്കി കിട്ടിലും ബോട്ടിന് പോയി അടിച്ചിട്ടുണ്ടായിരുന്നു. വേറെ ലെവൽ കേസ്. ഓക്കെ, ഏതായാലും കേസ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് കേസ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു കിട്ടുമ്പോൾ വീഡിയോ കാണാം. ബൈ ഗൈസ്.